ശരിയായൊരു മൂന്നാം ബദലിവിടെ വേണം. കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യം ഒരു വശത്ത്, സാമൂഹ്യ നവോത്ഥാന നായകന്മാരെ ആക്ഷേപിക്കുന്ന നിലപാട് അവർ തുടരുകയാണ്. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ വെച്ച് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ വേദനിപ്പിക്കുന്നതാണ്. നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാട് വളരെ സുവ്യക്തമാണ്. EMSന്റെ ആ വരേണ്യ മനോഭാവത്തിൽ നിന്ന് പിണറായി വിജയൻ ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല. നാരായണ ഗുരുദേവൻ വെറും ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണ് എന്നുള്ള ഒരു ബാലിശമായ നിലപാടാണ് ശിവഗിരി സമ്മേളനത്തിൽ പിണറായി വിജയൻ സ്വീകരിച്ചത്. നവോത്ഥാന നായകന്മാരെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ള വരേണ്യ മനസ്ഥിതി അതിന് പിന്നിലുണ്ട്. സനാതന ധർമ്മത്തെ ഇടിച്ചു താഴ്ത്താനാണ് പിണറായി വിജയൻ ആ ശിവഗിരി സമ്മേളനത്തിൽ ഗുരുദേവനെ ദുരുപയോഗം ചെയ്തത്, ഗുരുദേവന്റെ കാഴ്ചപ്പാടുകളെ ദുരുപയോഗം ചെയ്തത്. അന്ധമായ സനാതന ധർമ്മ വിരുദ്ധമായിട്ടുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ശങ്കരൻ നമ്പൂതിരിപ്പാട് തുടർന്നത് പിണറായി വിജയൻ ആവർത്തിക്കുകയാണ്. മന്നത്താചാര്യനെ കുറിച്ചും അവരുടെ നിലപാട് വ്യത്യസ്തമല്ല. എല്ലാ സാമുദായിക ആചാര്യന്മാരെയും നവോത്ഥാന നായകന്മാരെയും ഇടിച്ച് താഴ്ത്തുക എന്നുള്ളതാണ് അവരുടെ നിലപാട്. ചെറുതാക്കി കാണിക്കുക എന്നുള്ളതാണ് അവരുടെ നിലപാട്. മന്നത്താചാര്യനും നാരായണ ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും അയ്യ വൈകുണ്ഠസ്വാമികളും പണ്ഡിറ്റ് കറുപ്പനും അങ്ങനെയുള്ള നവോത്ഥാന നായകന്മാർ വിതച്ച മണ്ണിൽ, അവർ ഉഴുതുമറിച്ച മണ്ണിൽ കപട വിപ്ലവകാരികൾ അധികാരം സ്ഥാപിക്കുകയായിരുന്നു, ഫലം കൊയ്യുകയായിരുന്നു, അവർ രമ്യഹർമ്മ്യങ്ങൾ കെട്ടിപ്പടുക്കുകയായിരുന്നു.